ദിനേശേട്ടാ, അച്ഛനെത്തിയോ? ഇല്ല ശോഭ, ഞാനിവിടെ റെസ്റ്റോറന്റിൽ കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. കൂളായിട്ടിരുന്നോ. പിന്നെ അച്ഛൻ സ്ഥലം ചോദിക്കുമ്പോ വടക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ മതി, സ്പെസിഫിക് ആയിട്ട് പറയണ്ട കേട്ടോ. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ആ, അച്ഛനെത്തി ഇരിക്കണം. വന്നിട്ട് കുറെ നേരമായി? ഇല്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ അങ്കിൾ ഒരു ചായ പറയട്ടെ. ആദ്യം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ചായക്ക് പിന്നെ പാടൂ. കാര്യങ്ങൾ ശോഭ സംസാരിച്ചില്ലേ? ആ, ശോഭ സംസാരിച്ചു. തന്റെ വീട് എവിടെയാന്നാ പറഞ്ഞേ? എൻ്റെ വീട് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി? വടക്കാഞ്ചേരി ടൗണിൽ തന്നെയാണ്. ടൗണിലെവിടെ? ടൗണിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കുമ്പളങ്ങാട്. കുമ്പളങ്ങാടോ? ആ, അവിടെയല്ലേ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തട്ടിയിടന്നേ? അവിടെ വല്ലാത്ത നാറ്റല്ലേ? ഇല്ലെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കി, അതൊക്കെ പണ്ടല്ലായിരുന്നു. മാറിയുന്നു? ആ ചവറുമല മുഴുവൻ മാറിയുന്നു? അങ്കിൾ ഈ ലോകത്തുനിന്നല്ലേ? അങ്കിൾ ഒരു മിനിറ്റ്, അങ്കിൾ ഇതൊന്ന് കണ്ടുപോയി. നവകേരള സൃഷ്ടിയിൽ നാം ഓരോരുത്തരും കേരള സർക്കാരുമായി കൈകോർക്കുമ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിന് പുതിയ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഡംപ് സൈറ്റ് റെമിഡിയേഷൻ അഥവാ പഴകിയ മാലിന്യ കൂനകൾ നിർമ്മാർജ്ജനം ചെയ്യുകയാണ് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയിലൂടെ നാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 20 മാലിന്യ കൂനകളാണ് ഇന്ന് KSWMPയുടെ 100 കോടി രൂപ വിലമതിക്കുന്ന ഈ ഉദ്യമത്തിലൂടെ നാം നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഇതിലൂടെ ഏകദേശം 66 ഏക്കർ ഭൂമി കാതലായ നഗരപ്രദേശങ്ങളിൽ നമുക്ക് വീണ്ടെടുക്കുവാനും സാധിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട്ടെ 2.25 ഏക്കർ സ്ഥലത്തിൽ ഏകദേശം 30 വർഷം പഴക്കമുള്ള 15,000 ടണ്ണോളം പഴകിയ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇവയെ ബയോമൈനിങ് എന്ന ഈ സാങ്കേതിക വിദ്യയിലൂടെ നാം നിർമ്മാർജ്ജനം ചെയ്തെടുക്കുകയാണ്. ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി KSWMP 9 കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ ഈ ദൗത്യം നിർവഹിക്കുന്നത്. ആദ്യം ഈ മാലിന്യം ഖനനം ചെയ്ത് അതിലൂടെ വായു സഞ്ചാരം ഉറപ്പുവരുത്തി ഇവയെ ബിൻഡ്രോകളായി ക്രമീകരിക്കുന്നു. അടുത്ത പടിയായി ദിവസേന 400 ടൺ മാലിന്യം വരെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ട്രോമൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാലിന്യത്തിൻ്റെ വലിപ്പമനുസരിച്ച്, അതായത് 45 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ എന്നിങ്ങനെ മാലിന്യത്തിൻ്റെ വലിപ്പമനുസരിച്ച് ഇവയെ നാം വേർതിരിച്ചെടുക്കുന്നു. ഈ പ്രക്രിയയിൽ ഇവയ്ക്കൊപ്പം തന്നെ പ്ലാസ്റ്റിക്, റബ്ബർ, എയർ സെഡൻഡറി ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ വസ്തുക്കളും നാം വേർതിരിച്ച് മാറ്റിവെക്കുന്നു. ആവശ്യത്തിനുള്ള സംസ്കരണത്തിന് ശേഷം ഇവയെല്ലാം ഇന്ധനമാക്കി ഉപയോഗിക്കുവാനായി സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയക്കുന്നു. ഇതിനോടകം തന്നെ 130 മെട്രിക് ടണ്ണോളം SCF സിമന്റ് ഫാക്ടറികളിലേക്ക് അയച്ചു കഴിഞ്ഞു. 15 മില്ലിമീറ്റർ വലിപ്പത്തിന് താഴെയുള്ള മണ്ണും നിഷ്ക്രിയ വസ്തുക്കളുമൊക്കെ ഉൾപ്പെടുന്ന മിശ്രിതം ഇവിടെ തന്നെ ഭൂമി നികത്തുവാനായി വിനിയോഗിക്കുന്നു. ചിട്ടയായിട്ടുള്ള പഠനവും കൃത്യമായ സർവേയും പരിസ്ഥിതി സംരക്ഷണവും ഒപ്പം സാമൂഹിക പങ്കാളിത്തവും ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ പ്രക്രിയ നാം നടപ്പിലാക്കുന്നത്. KSWMPയുടെ ഡംപ് സൈറ്റ് റെമിഡിയേഷൻ എന്നുള്ള ഈ ദൗത്യം ഇനിയും നാം തുടരും. നവകേരള സൃഷ്ടിയിൽ മാലിന്യമുക്ത നവകേരളം സാക്ഷാത്കരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം. നമസ്കാരം.